3.5 ലക്ഷത്തിന്റെ താലിമാലയിൽ സൂക്ഷിച്ച ഉടമയെ കാത്തിരിക്കുകയാണ് തമ്പാനൂര് റെയിൽവേ പോലീസ്. ആരുടെയെങ്കിലും പ്രേക്ഷകരിൽ ആരുടെയെങ്കിലും സ്വർണ്ണ താലിമാല കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് സംഭവമുണ്ട്. കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബർ 13-ന് വർക്കല റെയിൽവേ സ്റ്റേഷൻ ശുചിമുറിയിൽ നിന്നാണ് ഈ സ്വർണ്ണ താലിമാല ലഭിച്ചത്. ഇതുവരെ ഉടമസ്ഥരെ എത്തിയിട്ടില്ല. കൃത്യമായിട്ട് അടയാളങ്ങൾ പറഞ്ഞാൽ മാല നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം. കള്ളത്തരം പറഞ്ഞ് ചെന്നാൽ പോലീസിൽ അകത്തായി പോകും. അതുകൊണ്ട് പുറത്തുനിന്ന് ആൾക്കാർ തെളിവൊക്കെ പറഞ്ഞ് ഈ താലിമാല വാങ്ങുക. സ്വർണ്ണത്തിനൊക്കെ ഇപ്പോൾ എന്തൊരു വിലയാണ്. സെപ്റ്റംബർ 13 വർക്കല റെയിൽവേ സ്റ്റേഷൻ. ശുചിമുറിയിലേക്ക് പോയ പേരറിയാത്ത ഒരു യാത്രക്കാരി കയ്യിൽ എന്തോ കൊണ്ടുവരുന്നുണ്ട്. അവരത് പ്ലാറ്റ്ഫോമിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി. സ്വർണ്ണ താലിമാലയാണ്. തെക്കൻ കേരളത്തിലെ സ്ത്രീകൾ ധരിക്കുന്ന തരം താലിമാല. ആദ്യത്തെ സല്യൂട്ട് അപരിചിതയായ ആ യാത്രക്കാരിയുടെ സത്യസന്ധതയ്ക്കാണ്. ഉദ്യോഗസ്ഥർ മാല തമ്പാനൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സന്ദേശം കൈമാറിയെങ്കിലും ഫലമുണ്ടായില്ല. മാല നഷ്ടപ്പെട്ടത് സംബന്ധിച്ച് പോലീസിന് പരാതിയും ലഭിച്ചിട്ടില്ല. 3.5 ലക്ഷത്തോളം രൂപ വിലയുള്ള താലിമാല നഷ്ടപ്പെട്ട് 3 മാസം പിന്നിട്ടിട്ടും അത് അന്വേഷിച്ച് ആരും വരാത്തതിലുള്ള അമ്പരപ്പിലാണ് തമ്പാനൂർ റെയിൽവേ പോലീസ്. നഷ്ടപ്പെട്ടു പോയി എന്നുള്ള വിവരം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇനി ഭർത്താക്കന്മാരോ മറ്റാരെങ്കിലും എന്തൊരു വിഷയം ഉണ്ടാക്കുമെന്ന് പേടിച്ചിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു നാരോ മൈൻഡഡ്നെസ്, ഒരു ഇടുങ്ങിയ ചിന്താഗതിക്കാരായ ആരോ ആണ്. അതായത് പുറത്തേക്ക് പറയാനൊരു പേടിയുണ്ടോ ഭയം കൊണ്ടോ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് 24-ലേക്ക് അറിയിക്കാന്ന് വെച്ചത്. കാരണം പറഞ്ഞ പോലെ ശ്രീകണ്ഠൻ നായരുടെ മോർണിംഗ് ഷോ ന്യൂസ് റീഡിങ് ഒരുവിധപ്പെട്ട വീട്ടമ്മമാരെല്ലാം കാണുന്നതാണ്. അപ്പോൾ അവരിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പമാർഗം ശ്രീകണ്ഠൻ നായരിലൂടെയാണ് എന്നുള്ളൊരു വിചാരമായിരുന്നു എനിക്ക്. മാലയുടെ തൂക്കം, മോഡലടക്കം മറ്റടയാളങ്ങൾ വെളിപ്പെടുത്താൻ കഴിയാത്തതിനാൽ പോലീസ് അത് പുറത്തുവിട്ടിട്ടില്ല. അവകാശി എത്തി കൃത്യമായ അടയാളം നൽകിയാൽ മാല തിരികെ കിട്ടും. താലി മാലയിൽ മിക്കവാറും താലിയിൽ പേര് ആലേഖനം ചെയ്തിട്ടാണ് താലി ഉപയോഗിക്കുക. അപ്പോൾ അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ കൃത്യമായ തൂക്കം, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പിന്നെ കമ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ആളിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടാൽ അറിയാമല്ലോ. മോഡൽ പ്രധാനപ്പെട്ട സംഗതിയാണ്. പലരും വിളിച്ചു, 100ഓളം ആൾക്കാർ ഇന്ന് തന്നെ വിളിച്ചപ്പം പല മോഡലുകൾ അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ആ മോഡലൊന്നും അല്ല. താലിമാല എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന ബോധ്യത്തിൽ അതീവ ദുഃഖിതയായ ഒരാൾ എവിടെയോ മറഞ്ഞിരിക്കുന്നു എന്ന് പോലീസിനറിയാം. മാല പോലീസിന്റെ കൈവശമുണ്ടെന്നറിയാത്ത മറ്റു ജില്ലയിലുള്ള ആളാകാം ഉടമയെന്നാണ് സംശയം. അവകാശിക്ക് ഈ ഫോൺ നമ്പറിൽ തമ്പാനൂർ റെയിൽവേ പോലീസിനെ ബന്ധപ്പെടാം. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. എന്തായാലും ആ പോലീസ് ഓഫീസർക്ക് മോർണിംഗ് ഷോയിൽ വിശ്വാസമുണ്ട്. ഈ മോർണിംഗ് ഷോ ഒക്കെ വീട്ടമ്മമാരൊക്കെ കാണുന്നുവെന്ന് വിശ്വാസമുണ്ട്. നിങ്ങൾ എൻ്റെ വില കളഞ്ഞു കളയരുത്. അപ്പോൾ ഇപ്പം തന്നെ ഏത് വീട്ടമ്മയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. നിയമപരമായിട്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. നിങ്ങൾ പോയി കാര്യങ്ങളൊക്കെ തെളിവൊക്കെ പറഞ്ഞ് താലിമാല വീണ്ടെടുക്കണം. അപ്പോൾ നമുക്ക് നമ്പർ ഒന്നുകൂടെ കാണാം. ഇപ്പം തന്നെ വിളിച്ചോളൂ. 9497981113 ആണ്. 8281621941 മറ്റൊരു നമ്പർ കൂടിയുണ്ട്. ഇപ്പോൾ തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഏതോ ഒരു വീട്ടമ്മ എന്നെ നേരെ നോക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ തന്നെ പോയിട്ട് ഇപ്പം തന്നെ സംഭവമൊക്കെ പറഞ്ഞ് അത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് എന്നെ മാത്രം ഒന്ന് അറിയിച്ചാലും മതി. ഞാനൊന്ന് കൃതാർത്ഥനാകട്ടെ. ഒരു സ്വർണ്ണത്താലി തിരിച്ചു കൊടുക്കാൻ കാരണക്കാരനായ ഒരു നിമിത്തമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമാണോ? സ്വർണ്ണത്തിൻ്റെ പ്രശ്നമല്ലേ, വിലയല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് പോകുമല്ലോ. പോലീസുകാരെ വിളിക്കണം.